ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ദിശാം ബേബിക്ക് 6 മന്ത് മുതൽ നമ്മൾ ഏത്തക്കാപ്പൊടി കൊടുത്തു തുടങ്ങി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. കുട്ടികൾക്ക് വളരെയധികം നല്ലതാണ്. കാൽസ്യം, അയൺ, അതുപോലെ തന്നെ അവർക്ക് വെയിറ്റ് വെക്കാനൊക്കെ ഈ കാപ്പൊടി നല്ലതാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് കായ എടുക്കുക, അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുക്കുക. അപ്പം നമ്മുടെ കയ്യിലൊക്കെ കറ പറ്റാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയിൽ ഒരു 10-15 മിനിറ്റ് ഇടുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം അതിൻ്റെ തൊലി നന്നായിട്ട് ചെറുതായിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞെടുത്തിട്ട് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഉണങ്ങി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് കാറ്റൊന്നും അടിക്കാത്ത രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഈ ഏത്തക്കായുടെ തൊലിയും കൊണ്ട് തോരൻ വെക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ അതും കൂടെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കായ ഇങ്ങനെ നന്നായിട്ട് എടുത്തിട്ട് അത് ഉണക്കിയിട്ട് നമ്മളൊരു കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കുക. നമ്മൾ കുഞ്ഞിന് വേണ്ടി ആവശ്യത്തിന് മാത്രമേ കായ എടുക്കാറുള്ളൂ. അപ്പോൾ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെക്കും. അപ്പോൾ അവൻ എടുക്കുന്ന സമയമാകുമ്പോഴത്തേന് കുറച്ചുകൂടെ നന്നായിട്ട് പൊടിച്ചിട്ട് കുറുക്ക് കാച്ചുകയാണ് പതിവായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഉണക്കിയൊക്കെ വെച്ച് ഒരു തണുപ്പ് നനവൊന്നും ഇല്ലാത്തൊരു കുപ്പിയിലാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഞങ്ങളൊന്ന് പൊടിച്ച് വെച്ചേക്കും. പിന്നെ അവന് കുറുക്കെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നന്നായിട്ട് പൊടിച്ചിട്ടാണ് നമ്മൾ കുറുക്കാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്